നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. അജിത് അഗാർക്കർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ചീഫ് സെലക്ടറാണ്. അജിത് അഗാർക്കർ ഒരു 2-2.5 പതിറ്റാണ്ട് മുമ്പൊക്കെ ക്രിക്കറ്റ് കളി കാണുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അജിത് അഗാർക്കർ അറിയാതിരിക്കാൻ ഒരു വഴിയില്ല. കാരണം ഒരു കാലത്ത് ഇന്ത്യൻ പേസ് ബൗളിങ്ങിൻ്റെ പ്രധാനപ്പെട്ട ആയുധങ്ങളിലൊന്നായിരുന്നു അജിത് അഗാർക്കർ. പ്രത്യേകിച്ചും സ്വിംഗിങ് കണ്ടീഷനുകളിൽ അജിത് അഗാർക്കർ അതിഗംഭീരമായിട്ട് പന്തെറിഞ്ഞിട്ടുണ്ട്. ഒരു തവണയല്ല, 2 തവണയല്ല, അതിലും കൂടുതൽ തവണ. അന്നൊക്കെ അഗാർക്കർ വലിയ മുന്നേറ്റം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഉണ്ടാക്കുമെന്ന് വിചാരിച്ച ഒട്ടേറെ പേരുണ്ടായിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ ഒരു പരിക്ക് വരികയും അജിത് അഗാർക്കർ പതുക്കെ താഴോട്ട് പോരുകയും ചെയ്തത്. അഗാർക്കർ നന്നായി ബാറ്റ് ചെയ്യുമായിരുന്നു. ലോർഡ്സിൽ, ക്രിക്കറ്റിൻ്റെ മെക്കയായ ലോർഡ്സിൽ ടെസ്റ്റിൽ സെഞ്ചുറി അടിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്. അതുപോലെ തന്നെ വളരെ മോശമായ ചില റെക്കോർഡുകൾ അദ്ദേഹത്തിനുണ്ട്. തുടർച്ചയായി ഡക്കായതിൻ്റെ റെക്കോർഡൊക്കെ അജിത് അഗാർക്കറുടെ പേരിലുണ്ടായിരുന്നു ഒരു കാലത്ത്. ഏകദിനത്തിൽ ഒരിക്കൽ അദ്ദേഹത്തെ ബാറ്റിംഗ് ഓർഡറിൽ മുന്നോട്ട് കയറ്റി വിട്ടപ്പോൾ അദ്ദേഹം വെസ്റ്റ് ഇൻഡീസിനെതിരെ 95 റൺ അടിച്ചിരുന്നു. അങ്ങനെ അന്നൊക്കെ ബാറ്റ് ചെയ്യാൻ കഴിയുന്ന, സാധാരണയിൽ കൂടുതൽ അത്യാവശ്യം നന്നായി ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു നല്ല പേസ് ബൗളറായിട്ടാണ് അജിത് അഗാർക്കർ അറിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഓൾറൗണ്ടറൊക്കെ ആയിട്ട് പലരും കണ്ടിരുന്നു. കപിൽ ദേവിന് ശേഷം ഇന്ത്യ ചിലപ്പോൾ ഒരുപക്ഷെ അജിത് അഗാർക്കർ ആയിരിക്കും ആ നിലയിലേക്കൊക്കെ വളർന്നു വരിക എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. അജിത് അഗാർക്കർ നമ്മളൊക്കെ പ്രതീക്ഷിച്ചതിനും വളരെ പുറകിൽ നിരാശാജനകമായിട്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റ് അവസാനിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ആ അജിത് അഗാർക്കറാണ് ഇന്ന് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ പുതിയതല്ല, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ 2023 മുതൽ ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ടുള്ള ചീഫ് സെലക്ടർ. അപ്പോൾ അഗാർക്കറിൻ്റെ കാലാവധി ഇപ്പോൾ BCCI 1 വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്, കുറച്ചധികം ദിവസങ്ങൾക്ക് മുമ്പാണ് BCCI അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതോടുകൂടി 2026 ജൂൺ വരെ ഇന്ത്യൻ ക്രിക്കറ്റിലെ ചീഫ് സെലക്ടറായിട്ട് സെലക്ഷൻ കമ്മിറ്റിയെ നയിക്കുക അജിത് അഗാർക്കർ ആയിരിക്കും. 1 വർഷം കൂടി അത് നീട്ടി. അഗാർക്കറെ കുറിച്ച് ഓർക്കുമ്പോൾ, സെലക്ടർ എന്ന നിലയിൽ ഓർക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മ വരുന്നത്, 2024 അതായത് കഴിഞ്ഞ വർഷം ഇംഗ്ലണ്ട് ടീം ഇന്ത്യയിൽ പര്യടനം നടത്തിയപ്പോൾ 5 ടെസ്റ്റുകളുടെ പരമ്പരയാണ് അവർ കളിച്ചത്. അതിൽ ആദ്യത്തെ ടെസ്റ്റ് അവർ ജയിക്കുകയും 1-0 മുന്നിൽ വരികയും പിന്നീട് 4 ടെസ്റ്റുകൾ ഇംഗ്ലണ്ട് തോൽക്കുകയും ചെയ്തു. അങ്ങനെ ആ പരമ്പര ഇന്ത്യ 4-1 നേടി. അന്ന് ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിരുന്ന രാഹുൽ ദ്രാവിഡ് ഒരു കാര്യം പറയുണ്ടായി. അദ്ദേഹം പല കളിക്കാരും മികച്ച രീതിയിൽ കളിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ്, നല്ല നിലയിലാണ് ഇന്ത്യ കളിച്ചത് എന്നൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം ഒരാൾക്ക് കൂടി നന്ദി പറഞ്ഞു. ആർക്കാണെന്നറിയോ? അജിത് അഗാർക്കറിന്. കാരണം ഇന്ത്യക്ക് ഏറ്റവും നല്ല ടീമിനെ സെലക്ട് ചെയ്ത് പറഞ്ഞയച്ച അജിത് അഗാർക്കർ നയിച്ച സെലക്ഷൻ കമ്മിറ്റിയെയും ഇന്ത്യൻ കോച്ചായിരുന്ന രാഹുൽ ദ്രാവിഡ് അഭിനന്ദിച്ചു. സത്യത്തിൽ ഈ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ആളുകളൊക്കെ അന്തംവിട്ട ഒരു കാര്യമായിരുന്നു അത്. സാധാരണഗതിയിൽ ഒരു കോച്ചും ഒരു ക്യാപ്റ്റനോ ഒന്നും ഒരു സെലക്ഷൻ കമ്മിറ്റിയെയും അഭിനന്ദിച്ചതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. കാരണം അതൊക്കെ വളരെയധികം നല്ല ടീമിനെ കിട്ടിയാലും അവരെ ഓർക്കുക സാധാരണ പതിവില്ല. അതേസമയം മോശം ടീമാണെങ്കിൽ സെലക്ഷൻ കമ്മിറ്റിയിലുള്ള ചീത്ത മുഴുവൻ വിളിക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ദ്രാവിഡ് അജിത് അഗാർക്കറിനെ കുറിച്ച് നല്ല വാക്കുകൾ പറഞ്ഞത്. യഥാർത്ഥത്തിൽ ദ്രാവിഡാണ് അത് പറഞ്ഞത് എന്നുള്ളത് കൊണ്ട് നമ്മളൊക്കെ ലാസ്റ്റ് ജെൻറ്റിൽമാൻ ഓഫ് ക്രിക്കറ്റ് എന്ന് വിളിക്കുന്ന പലരെങ്കിലും അങ്ങനെ കരുതുന്ന രാഹുൽ ദ്രാവിഡ് ആയതുകൊണ്ട് അതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. ദ്രാവിഡിനെ സംബന്ധിച്ചിടത്തോളം അർഹതപ്പെട്ടവനെ അംഗീകരിക്കുക എന്നുള്ളത് ദ്രാവിഡിൻ്റെ രക്തത്തിലുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ദ്രാവിഡ് അഗാർക്കറിനെ അഭിനന്ദിച്ചതിൽ അത്ഭുതമൊന്നുമില്ല. ദ്രാവിഡ് അഭിനന്ദിച്ചത് അത്ഭുതമൊന്നുമില്ല. പക്ഷേ ദ്രാവിഡ് ഇന്ത്യൻ കോച്ചാകുമ്പോഴാണ് അഭിനന്ദിച്ചത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അന്ന് അഗാർക്കറിനെ കുറിച്ച് ദ്രാവിഡ് പറഞ്ഞത്, ഇന്ത്യൻ ക്രിക്കറ്റിൽ വളരെ മിടുക്കരായിട്ടുള്ള യുവ കളിക്കാരെ കൊണ്ടുവരുന്നതിൽ പ്രത്യേകിച്ച് അജിത് അഗാർക്കർ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു സത്യവുമായിരുന്നു. അഗാർക്കർ സെലക്ഷൻ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന സമയത്താണ് ഇന്ത്യ ഈ ഇടയ്ക്ക് കഴിഞ്ഞ വർഷം 2020 ലോകകപ്പ് നേടിയത്. അതിന് തൊട്ടുമുമ്പ് 2023 ഏകദിന ലോകകപ്പിൻ്റെ ഫൈനലിലെത്തിയത്. അതിനുശേഷം ഈ വർഷം നടന്ന ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ ചാമ്പ്യന്മാരായതും അഗാർക്കറുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുത്ത ടീമിനെയാണ്. അഗാർക്കർ മറ്റ് സെലക്ഷൻ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുത്ത പലരെക്കാളും വലിയ വെല്ലുവിളി നേരിട്ടിരുന്നു.
അതിലെ കാര്യം എന്താണെന്ന് വെച്ചാൽ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അവരുടെ കരിയറിൻ്റെ അവസാന ഘട്ടത്തിലെത്തുന്ന 2023 തൊട്ടിട്ടാണ് അഗാർക്കർ സെലക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലേക്ക് വരുന്നത്. അപ്പോൾ അഗാർക്കറെ സംബന്ധിച്ചിടത്തോളം ഈ ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു തലമുറ മാറ്റം വളരെ സ്മൂത്തായിട്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ടായിരുന്നു. അത് അദ്ദേഹം അതിഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യുകയും ഉണ്ടായി. മികച്ച പുതിയ കളിക്കാരെ കൊണ്ടുവന്നു, പുതിയ കളിക്കാർ വരുന്നു എന്ന് മാത്രമല്ല, കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും പോക്ക്, അവരുടെ ഏതാണ്ട് വിരമിക്കലിലേക്കുള്ള പോക്ക് വളരെ സ്മൂത്തായിട്ട് അദ്ദേഹം കൈകാര്യം ചെയ്തു. അവരുടെ പോക്ക് നമ്മുടെ ടീമിനെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്ന് അദ്ദേഹം ഉറപ്പുവരുത്തി. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കഴിഞ്ഞ ഇംഗ്ലണ്ട് പര്യടനം. ശുഭ്മാൻ ഗിൽ എന്ന് പറഞ്ഞ മിടുക്കനായ ഒരു യുവ നായകനെ എൻ്റെ നേതൃത്വത്തിൽ ഏതാണ്ടൊക്കെ 80% യുവാക്കൾ മാത്രമുള്ള ഏറ്റവും പുതിയ കളിക്കാരുള്ള ഒരു ടീമിനെ ഇംഗ്ലണ്ടിലേക്ക് പറഞ്ഞയക്കുകയും ഇംഗ്ലണ്ടിനെ ഞെട്ടിക്കുന്ന നിലയിൽ അവിടെ പരമ്പര 2-2 സമനിലയിലാക്കുകയും ചെയ്തു ഇന്ത്യയുടെ ചുണക്കുട്ടികൾ. അപ്പോൾ അതിൽ ഒരു പരിധിവരെ അതിൻ്റെ ഒരു ശ്രേയസ് കിട്ടേണ്ടത് അജിത് അഗാർക്കറിനും സെലക്ഷൻ കമ്മിറ്റിക്കും തന്നെയാണ്. അഗാർക്കർ ഈ തലമുറ മാറ്റം വളരെ ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്തു. പുതിയ കളിക്കാരെ കൊണ്ടുവന്നു. ശുഭ്മാൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ, സായി സുദർശൻ, പിന്നെ ആകാശ് ദീപ് സിംഗ്, അങ്ങനെ ഉള്ള ഒട്ടേറെ പേരെ, പ്രസിദ്ധ് കൃഷ്ണ, വാഷിങ്ടൺ സുന്ദറിനൊക്കെ യഥാർത്ഥത്തിൽ പലപ്പോഴും അർഹിക്കുന്ന അവസരങ്ങളൊന്നും ലഭിക്കാതെ വല്ലപ്പോഴും ഒന്ന് കിട്ടിയാലായി എന്ന നിലയിൽ നിന്ന് വാഷിങ്ടൺ സുന്ദർ ഇന്ത്യൻ ക്രിക്കറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മിഡിൽ ഓർഡറിൽ നന്നായി ബാറ്റ് ചെയ്യുന്ന, നന്നായി സ്പിൻ ബൗളിംഗ് ചെയ്യുന്ന ഒരാളായിട്ട് മാറിയതൊക്കെ അഗാർക്കറുടെ സെലക്ഷൻ കമ്മിറ്റി വന്നതിന് ശേഷമാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ അഗാർക്കറിന് ഈ ടാലൻറ്റ് കണ്ടുപിടിക്കുന്നതിൽ ഒരു പ്രത്യേക മിടുക്ക് തന്നെയുണ്ട്. അത് പറയാതെ വയ്യ. ആരൊക്കെയായിരിക്കും ഭാവിയിൽ ഒരു അടുത്ത 10 വർഷത്തേക്കുള്ള തയ്യാറെടുപ്പാണ് അദ്ദേഹം നടത്തുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിൽ ആ നിലയിൽ ഇന്ത്യൻ ക്രിക്കറ്റിനെ മുന്നോട്ട് നയിക്കാവുന്ന പ്രതിഭാധനരായ മികച്ച കളിക്കാരെ കൊണ്ടുവരികയും അവർക്ക് ആത്മവിശ്വാസം കൊടുക്കുകയും അവർക്ക് നിരന്തരം അവസരം കൊടുക്കുകയും അങ്ങനെ ഇന്ത്യൻ ടീമിനെ കെട്ടിപ്പടുക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ പലപ്പോഴും മികച്ച കളിക്കാർ പോകുമ്പോൾ പല ടീമുകളും ഒന്ന് വിറയ്ക്കാറുണ്ട്. അത് നമ്മൾ എത്രയോ ഉണ്ട് നമ്മുടെ മുന്നിൽ. വെസ്റ്റ് ഇൻഡീസ്, ശ്രീലങ്ക ഒക്കെ മഹാന്മാരായ കളിക്കാർ പോയപ്പോൾ അവരെങ്ങനെയാണ് വല്ലാതെ പതറിപ്പോയതെന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായതേയില്ല. വിരാട് കോഹ്ലിയെ പോലെ എക്കാലത്തെയും മികച്ച ബാറ്റർമാരിൽ ഒരാൾ പോയതിന് ഇന്ത്യക്ക് ഒരു ബുദ്ധിമുട്ടും ആ പോക്കിനെ കൊണ്ട് ഇന്ത്യ ഒരു പരിക്കും ഇന്ത്യക്ക് ഏറ്റില്ല. അതുപോലെ തന്നെയാണ് രോഹിത് ശർമ്മയും. അപ്പോൾ അതിനൊക്കെ കാരണം അജിത് അഗാർക്കറാണ്. അജിത് അഗാർക്കറിൻ്റെ ഉൾക്കാഴ്ചയാണ്, ദീർഘവീക്ഷണമാണ്. അപ്പോൾ ആ അജിത് അഗാർക്കർക്ക് BCCI 1 വർഷം കൂടി നീട്ടിക്കൊടുത്തു എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ശുഭ സൂചനയാണ്, നല്ല ലക്ഷണമാണ്. പക്ഷേ അതേസമയം തന്നെ ഇപ്പോൾ ഏഷ്യ കപ്പിനുള്ള നേരത്തെ ഏഷ്യ കപ്പിന് ഇപ്പോൾ കഴിഞ്ഞുപോയ ഏഷ്യ കപ്പിന് തിരഞ്ഞെടുത്ത ടീമിൽ സഞ്ജു സാംസനെ ഉൾപ്പെടുത്തിയ, മലയാളി താരമായ സഞ്ജു സാംസനെ ഉൾപ്പെടുത്തിയതിൻ്റെ കാരണം യശസ്വി ജയ്സ്വാളും പിന്നെ അങ്ങനെയുള്ള പ്ലേയേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് സഞ്ജുവിന് അവസരം കിട്ടിയെന്നൊക്കെ പറഞ്ഞ ഒരു വാചകം വലിയ വിവാദമാവുകയും, അതുമാത്രമല്ല പലതരത്തിലും ഇപ്പോൾ ശ്രേയസ് അയ്യരെ ടീമിൽ ഉൾപ്പെടുത്താത്തതിനെ കുറിച്ചിട്ട് അദ്ദേഹം മികച്ച കളിക്കാരനാണ്, പക്ഷേ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് മുന്നിലുള്ള 15 ആളുകളെ എടുക്കാൻ പറ്റുള്ളൂ, അതിൽ ആ 15 മിടുക്കന്മാരാണ്, ഒന്നുപോലെ മിടുക്കന്മാരാണ്, അപ്പം എങ്ങനെയാണ് ശ്രേയസ് അയ്യരെ എടുക്കുക? അല്ലെങ്കിൽ ശ്രേയസ് അയ്യരുടെ ഒരു കുഴപ്പമേ അല്ല, നമുക്ക് മുന്നിലുള്ള വലിയ പരിമിതികളുണ്ടായിരുന്നു. അപ്പോൾ ശ്രേയസ് അയ്യരുടെ കുഴപ്പം കൊണ്ടല്ല അദ്ദേഹം ടീമിൽ വരാതിരുന്നത്, പ്രതിഭകളുടെ ധാരാളിത്തം കൊണ്ടാണെന്നൊക്കെയുള്ള നിലയിൽ അദ്ദേഹം സംസാരിച്ചതൊക്കെ വലിയ രീതിയിൽ പഴയ ചീഫ് സെലക്ടറായിരുന്ന കൃഷ്ണമാചാരി ശ്രീകാന്ത്, പഴയ ഇന്ത്യൻ ഓപ്പണറായിരുന്ന കൃഷ്ണമാചാരി ശ്രീകാന്തൊക്കെ അതിരൂക്ഷമായി വിമർശിച്ചിരുന്നു. അതുപോലെ തന്നെ സഞ്ജു സാംസനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞതും സെലക്ഷന് ശേഷം പറഞ്ഞതും ഒക്കെ വലിയ വിവാദമായി. ആ വിവാദങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. പക്ഷേ അതൊക്കെ ഉണ്ട് എന്നിരിക്കെ തന്നെ അജിത് അഗാർക്കർ ഒരു വലിയ മാതൃകയാണ്. ഈ സെലക്ഷൻ പ്രോസസ്സിൽ അദ്ദേഹം കാണിച്ചിട്ടുള്ള ഒരു മിടുക്ക് അത് കാണാതെ വയ്യ. അപ്പോൾ ആ അർത്ഥത്തിൽ അജിത് അഗാർക്കർക്ക് കിട്ടിയ ഈ ഇപ്പോൾ ഏതാണ്ട് കുറച്ച് കാലം മുമ്പ് തന്നെ ആ തീരുമാനം BCCI എടുത്തു. അജിത് അഗാർക്കർക്ക് 1 വർഷം കൂടി കൂടുതൽ നീട്ടി കിട്ടുന്നു. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റിന് അജിത് അഗാർക്കർ ഇനിയും നല്ലത് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.